ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് സുഡു ദേ പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലാട്ടോ അവൻ്റെ പണി. അപ്പോൾ ദേ ഈ പൂവ് പൊടിച്ചിട്ടുണ്ട്. ഇത് കൂവയുടെ പൂവാണ്. കൈ മുറി കേട്ടോ. അപ്പോൾ പണ്ട് ഞങ്ങളിത് പറയാം, ഈ പൂവ് നോക്കി കഴിഞ്ഞാൽ കണ്ണിക്കേട് വരും, ഈ പൂവാണ് കണ്ണിക്കേട് വരുത്തുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നതെന്ന് അറിയില്ല. അത് കേട്ടതും ദേ അവൻ ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് കൂവയുടെ പൂവാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ അറിയാവുന്നവർ. കണ്ട പൂവ് ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കണ കാണാൻ ഭംഗിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പോൾ നല്ല വെയിലാവും. കുറച്ച് കഴിയുമ്പോൾ അവിടെ പോയിട്ട് ഒന്നും കൂടി വീഡിയോ എടുത്തിട്ട് കുറേ പൂക്കൾ നിൽക്കുന്നത് കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഇവിടേക്ക് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ പെയ്തപ്പോൾ അങ്ങോട്ട് പാവയ്ക്കയുടെ തൈകൾ അവിടെ ഇവിടേക്ക് ആയിട്ട് മുളച്ച് വന്നിട്ട്, പാവയ്ക്ക മാത്രമല്ല പറമ്പ് നിറച്ചും മറ്റേ കാന്താരി മുളകില്ലേ അതിൻ്റെ തൈകളും ഉണ്ട് കേട്ടോ. നിറച്ചുണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതാ കണ്ട, ഇതൊരെണ്ണം. പിന്നെ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണ്ടായിരുന്നില്ല. ദേ ഇതൊരെണ്ണം. ദേ ഇവിടെ പിന്നെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അയിനിച്ചക്കയുടെ വീണിട്ട് താഴെ കണ്ട, കൊതിയാവും കാണുമ്പോൾ. പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് തിന്നാൻ കിട്ടില്ല. ദേ അപ്പുറത്തേക്ക് ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ. കണ്ട പൂക്കൾ നിറച്ചുണ്ടായി നിൽക്കുന്നു. പിന്നെ ദേ ഇവിടെ ഉണ്ട് ഒരു പച്ചമുളക് തൈ. ഇതേ ഈ ഒരു പൂവ് കണ്ട, ഇത് നമ്മുടെ പറമ്പ് നിറച്ചുണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ദേ ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. ഇതൊക്കെ ആ പൂവിൻ്റെ ചെടിയുടെ തൈകളാണ്. അപ്പം അത് കുറഞ്ഞു തുടങ്ങി കേട്ടോ. നല്ല രസമല്ല കാണാനായിട്ട്.